നമസ്കാരം. വിലയിൽ സർവകാല റെക്കോർഡ് കണ്ട ഒക്ടോബർ മാസത്തിൽ സെൻട്രൽ ബാങ്കുകൾ 53 ടൺ സ്വർണം വാങ്ങിയതായി വേൾഡ് ഗോൾഡ് കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുൻ മാസത്തേക്കാൾ 36% കൂടുതലും ഈ വർഷം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിവാസ മൂല്യമാണ് ഇതെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഡേറ്റ വ്യക്തമാക്കുന്നത്. ഒക്ടോബർ അവസാനത്തോടെ ഔദ്യോഗിക മേഖലയിലെ മൊത്തം സ്വർണ്ണ വാങ്ങലുകൾ 254 ടണ്ണായി ഉയർന്നു. 2025 ഈ നൂറ്റാണ്ടിലെ സെൻട്രൽ ബാങ്ക് സ്വർണ്ണശേഖരത്തിൽ നാലാമത്തെ ഏറ്റവും ശക്തമായ ഒരു വർഷമായാണ് മാറിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിരതയെയും പരമ്പരാഗത കരുതൽ കറൻസികളിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും കുറിച്ചുള്ള നിലനിൽക്കുന്ന ആശങ്കകൾ ഈ വാങ്ങൽ ആവേശം അടിവരയിടുന്നുണ്ട്. സ്വർണ്ണ വാങ്ങലിൽ പോളണ്ടിന്റെ കേന്ദ്ര ബാങ്കാണ് മുന്നിൽ. നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ഒക്ടോബറിലെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു. 16 ടൺ കൂടി ചേർത്ത് അവരുടെ സ്വർണ്ണശേഖരം അത് റെക്കോർഡായി 531 ടണ്ണായി ഉയർത്തി. ഇത് മൊത്തം വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഏകദേശം 26%. ബ്രസീൽ 16 ടൺ കൂടി വർദ്ധിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ 9 ടണ്ണും ഇന്തോനേഷ്യ 4 ടണ്ണും ചേർത്തിട്ടുണ്ട്. തുർക്കി, അതോടൊപ്പം തന്നെ ചെക്ക് റിപ്പബ്ലിക്, കിർഗിസ്, അതോടൊപ്പം റിപ്പബ്ലിക് എന്നിവ ഓരോന്നും അവരുടെ കരുതൽ ശേഖരം 23 ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഘാന, ചൈന, കസാക്കിസ്ഥാൻ, ഫിലിപ്സ് എന്നിവയും സ്വർണം വാങ്ങുന്നതിൽ മടി കാണിക്കുന്നില്ല. എന്നാൽ റഷ്യ അവരുടെ കൈവശം 3 ടൺ കുറച്ചുകൊണ്ട് 2327 ടൺ ആക്കിയിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ പ്രതികരിച്ച കേന്ദ്ര ബാങ്കുകളിൽ 95% പേരും അടുത്ത വർഷം സ്വർണ്ണശേഖരം കൂടുതൽ ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് സെർബിയ 2030 ആകുമ്പോഴേക്കും തങ്ങളുടെ സ്വർണ്ണ നിക്ഷേപം 100 ടണ്ണായി ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നുണ്ട്. മഡാഗസ്കറും ദക്ഷിണ കൊറിയയും സമാനമായ നീക്കങ്ങളാണ് പരിഗണിക്കുന്നത്. റെക്കോർഡ് ഉയർന്ന വിലകൾക്കിടയിലും നിലനിൽക്കുന്ന ഡിമാൻഡ്, വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വമുള്ള അതോടൊപ്പം തന്നെ ലോകത്തെ സ്വർണത്തിന്റെ തന്ത്രപരമായ പങ്കിനെ അടിവരയിട്ട് പറയുന്നുണ്ട്. അതേസമയം ബിറ്റ്കോയിനെ ഒരു ദേശീയ കരുതൽ ആസ്തിയായി നിയോഗിക്കാനാണ് US ശ്രമിക്കുന്നത്. പരമാധികാര സ്ഥാപനങ്ങൾ ബുള്ളിയനും അതോടൊപ്പം തന്നെ പ്രധാന കറൻസികൾക്കും അപ്പുറം വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയതോടെ സുരക്ഷിത നിക്ഷേപം എന്ന കരുതൽ ശേഖരത്തിലേക്കുള്ള പ്രവണത ഇപ്പോൾ ഡിജിറ്റൽ ആസ്തികളിലേക്കും വ്യാപിക്കുകയാണ്. സ്വർണത്തിനൊപ്പം കരുതൽ ശേഖരമായി ബിറ്റ്കോയിൻ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു ദേശീയ കരുതൽ ആസ്തിയായി ബിറ്റ്കോയിൻ സ്ഥാപിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സ്ക്ലൂസീവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രപരമായ ബിറ്റ്കോയിൻ റിസർവിനുള്ള ബഡ്ജറ്റ് വിഹിതം എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാമെന്നാണ് US സെനറ്റർ സിന്ധിയ ലൂമിസ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരവ് പ്രകാരം ട്രഷറി ഏകദേശം 2 ലക്ഷം ബിറ്റ്കോയിൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. സമീപകാല വിലകളിൽ ഏകദേശം $17 ബില്യൺ വിലമതിക്കുന്നുണ്ട്. കണ്ടുകെട്ടിയ ആസ്തികളെ ആശ്രയിച്ച് ബജറ്റ് നിഷ്പക്ഷമായി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. US ഹൗസിന്റെ 2026 വിനിയോഗ ബില്ലിന്റെ കരട് ഈ ആസ്തികളുടെ കസ്റ്റഡി, അവ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, കൂടാതെ ഉപരോധങ്ങൾ അത് നടപ്പിലാക്കാൻ AI ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്നിവയെക്കുറിച്ച് ട്രഷറി 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.